നല്ല പൊള്ളണ വെയിലത്ത് പൊന്മുടിയിൽ പോയാൽ എങ്ങനെയായിരിക്കും? അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു അവധി കിട്ടിയാൽ എവിടെയെങ്കിലും പോകണം, അതല്ലേ അതിന്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പൊന്മുടിയിൽ പോകാൻ പ്ലാൻ ഇട്ടു. ഒട്ടും തണുപ്പ് കാണില്ലെന്ന് നമുക്ക് നേരത്തെ അറിയാം, എന്നാലും എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കൃത്യം 4 മണിക്ക് അവിടെ എത്തി. പൊന്മുടിയിലെ ചായയും വാഴയ്ക്കൊപ്പവും ബ്രെഡ് ഓംപ്ലേറ്റും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റില് അത് എന്നെ അകത്താക്കി. അങ്ങനെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് നേരെ ഹിൽ സ്റ്റേഷനിലെത്തി. ആഹാ, എന്തൊരു വെയില്! കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനേ തോന്നിയില്ല. അങ്ങനെ കാറിൽ ഇരുന്നേനെ അവിടുത്തെ വീഡിയോ എല്ലാം എടുത്തു. സൂര്യനെ വരെ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ക്ലൈമറ്റ്. അവധി കിട്ടിയ ആവേശത്തിൽ പുറപ്പെട്ടതാ. ഈ ചൂടുകാലത്ത് പൊന്മുടിയിൽ വരാനേ പാടില്ലെന്ന് ഇന്ന് മനസ്സിലായി. ഇനി ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയിൽ പൊന്മുടിയിലെത്തി അവിടുത്തെ മാങ്ങ, പേരയ്ക്ക എല്ലാം എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒട്ടും താമസിക്കാതെ പൊന്മുടിയിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും സ്ഥിരം പോകുന്ന ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. പൊന്മുടിയിലെ ഒറ്റപ്പെട്ട മരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിന് താഴെയുള്ള റൂട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു ഫാക്ടറിയും പള്ളിയും എല്ലാം ഉണ്ട്. അവിടെ അധികം ആരും വരാത്ത സ്പോട്ടായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ എപ്പം പോയാലും അവിടെ ആരെയും കാണില്ല. കുറച്ച് വീടുകളും പള്ളിയും ഫാക്ടറിയും മാത്രമേ അവിടെയുള്ളൂ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്നോ ഒരു സംശയം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയൊരു മ്യൂസിക് ഇട്ടാലോ? എപ്പോഴൊക്കെ വന്നാലും ഈ ആളെ സ്ഥിരം കാണാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് കേട്ടോ. അങ്ങനെ കുറെ റീലൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൊന്മുടിയിലെ വിശേഷങ്ങൾ. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.